ഞാൻ സിനിമ ചെയ്യാൻ ആദ്യം ഒരുങ്ങുന്ന ആ കാലഘട്ടത്തിൽ പോലും ഞാനൊരു സിനിമ ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ എല്ലാം പഠിച്ചിരിക്കുന്നു, ഞാനൊരു സിനിമ ചെയ്യാനുള്ള പ്രാപ്തി എന്നിൽ വന്നിരിക്കുന്നു എന്ന് ഒരിക്കലും തോന്നിയല്ല ഞാൻ സിനിമ തുടങ്ങുന്നത്. ഇതൊക്കെ ചില തീരുമാനങ്ങൾ എവിടുന്നോ ഉണ്ട്, അതാ സമയത്ത് വരും എന്ന് പറയുന്ന പോലെ. വളരെ യാദൃച്ഛികമായിട്ട് ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായി സാറിനോട് വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ ആദ്യത്തെ മകൻ പിറക്കുന്ന സമയത്ത് ഭാര്യയോടൊപ്പം ഞാനില്ല. തൃശ്ശൂരാണ് എൻ്റെ ആദ്യത്തെ മകനെ പ്രസവിക്കുന്നത്. അപ്പോൾ അങ്ങനെ 5-ാം ദിവസം ഞാൻ എൻ്റെ മകനെ കാണാൻ ചെല്ലുക. മകനെ കണ്ട ഹോസ്പിറ്റലിൻ്റെ വെളിയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഫാദറിലോ എയർഫോഴ്സിലാണ്, ഹി വാസ് എ കമഡോർ ദെയർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 2-3 ഫ്രണ്ട്സ് സുഹൃത്തിൻ്റെ മകൾ പ്രസവിച്ച് കിടക്കുകയല്ലേ, അങ്ങനെ കാണാൻ വന്നിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ അസോസിയേറ്റ് ഡയറക്ടർ. അപ്പോൾ ഈ ഡയറക്ടർ എന്നുള്ള വാക്ക് അവസാനം നിൽക്കുന്നതുകൊണ്ട് ഇവരൊക്കെ മിസ്റ്റേക്ക് ചെയ്യണം ഞാൻ സിനിമ ഡയറക്ടറാണെന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു ഓഫീസർ ഏതോ ഇങ്ങനെ പറഞ്ഞ കൂട്ടത്തിനകത്ത് എവിടെയോ ഒരു കമാൻഡിൽ നടന്ന ഒരു ഇൻസിഡൻറ്റ് എന്നോട് പറഞ്ഞു. ആ ഇൻസിഡൻറ്റ് വളരെ പ്രൊവോക്കിംഗ് എനിക്ക് തോന്നി. എനിക്ക് കൊള്ളാമല്ലോ, അത് താൻ സ്നേഹിച്ചിരുന്ന ആളെ എനിക്ക് കിട്ടിയില്ല, കിട്ടിയ ഒരാൾക്ക് കിട്ടി, അത് ഞാൻ അനുഭവിപ്പിക്കില്ല എന്ന് ഒരു സ്ത്രീ തീരുമാനമെടുക്കുക. എന്നിട്ട് അവൾ ടിൻ പോയിസൺ റീക്രിയേറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് ആ ഒരു പാർട്ടിക്ക് വെച്ച് ഈ ടിൻ ജ്യൂസ് ചെല്ലുകയാണ്. ഇതുമായി കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് കണക്ട് ചെയ്തുകൊണ്ട് ഈ ഓഫീസർ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് പറഞ്ഞു. അപ്പോൾ ഞാൻ പുള്ളി ഇത് ഏത് റെജിമിലാണ് നടന്നതെന്ന് ചോദിച്ചു. അല്ല, അത് വേണ്ട, അതൊന്നും നമ്മൾ പരിശോധിക്കണ്ട. അത് ഞാൻ ഡയറക്ടറായതുകൊണ്ട് പുള്ളി അത് അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ പോലും എനിക്ക് ഒരു ഇൻസിഡൻറ്റ് ഇങ്ങനെ കുഴപ്പമില്ല, ഇത് രസമാണല്ലോ, ഇങ്ങനെ തോന്നി. അപ്പോൾ എൻ്റെ മോഹങ്ങൾ പൂണിഞ്ഞുവിൻ്റെ ക്ലൈമാക്സ്, ഈ ഒരു ഇൻസിഡൻറ്റ് ഏറ്റവും ക്ലൈമാക്സിൽ വെച്ചുകൊണ്ട് കഥ പിറകോട്ട് ചിന്തിക്കുകയത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് പാട്ടുകാരനാകാൻ കഴിഞ്ഞില്ല, അഭിനയിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ എപ്പോഴും മനസ്സിൽ നിൽക്കും, ഞാൻ ആദ്യം എടുക്കുന്നൊരു സിനിമ സംഗീതപ്രധാനമായ സിനിമയായിരിക്കണം. കാരണം സംഗീതത്തോട് അത്ര ഇഷ്ടമാണ്, പാട്ടുകളോട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞില്ലേ, ദാസേട്ടൻ്റെ റെക്കോർഡിങ് കാണാൻ, അന്നത്തെ ആ ഒറ്റ റെക്കോർഡിങ് കൊണ്ട് തന്നെ ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് തിരിച്ചു വരേണ്ട ഒരു സന്ദർഭം ഉണ്ടാകുന്നു. ഓക്കെ, പിന്നെയുള്ള സർവ്വ റെക്കോർഡിങ്ങുകൾക്കും ദാസേട്ടന് ലിറിക്ക് കൊടുക്കാൻ പോകുന്നത് സരിയർ സാറിൻ്റെ പടത്തിലൊക്കെ ഞാൻ തന്നെയാണ്. എത്തിക്കേറി അകത്ത് ചെയ്യുന്നത് ദാസേട്ടനെ കൊണ്ട്. ദാസേട്ടൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, ദാസേട്ടൻ മാത്രമാണെന്ന് തോന്നുന്നു ആ കാലത്ത്, ഇപ്പോഴും അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പാട്ടുകൾ നമ്മൾ കൊടുക്കുന്ന കോപ്പി പുള്ളി വാങ്ങി പാടുകയല്ല, നമ്മൾ പാട്ട് പറയുകയും പുള്ളി അത് എഴുതിയെടുക്കുകയും ചെയ്യും. പുള്ളിയുടെ ഹാൻഡ് റൈറ്റിങ്ങിൽ തന്നെ ആ കവിത പുള്ളി എഴുതിയെടുത്ത് അതില്ല പുള്ളി പാട്ട് പാടുന്നത്. അപ്പോൾ ഞാൻ ദാസേട്ടന് പറഞ്ഞു കൊടുക്കാനുള്ളൊരു താല്പര്യത്തിന് വേണ്ടി എപ്പോഴും മുൻപന്തിയിൽ നിന്ന് ഞാൻ കയറും, റെക്കോർഡിങ് റൂമിൽ ഞാൻ കയറും. ഈ നമ്മുടെ ഷൂട്ട് നടക്കുന്ന സമയത്ത് പോലും വേറെ ഏതെങ്കിലും റെക്കോർഡിങ്ങിന് ദാസേട്ടൻ വന്നാൽ ഉടനെ ഇതിട്ട് അവിടെ പോകും. രാജ് കപൂറിനെ കാണാൻ പോയെന്ന് പറഞ്ഞ പോലെ എപ്പോഴും ഇതൊരു പരിപാടിയാണ്. ദാസേട്ടനുള്ള ഏതെങ്കിലും തിയേറ്ററിലുണ്ട്, ഓടി അവിടെ ചെന്ന് പാട്ട് കേൾക്കും. അപ്പോൾ എപ്പോഴും ഈ പാട്ട് എപ്പോഴും നമ്മുടെ മനസ്സിനകത്ത് ഇങ്ങനെ കിടക്കുകയല്ലേ, പാട്ട് ഈ പാട്ട് കൊണ്ടൊരു സിനിമ ഉണ്ടാവണം. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് നമുക്ക് കിട്ടുകയും ഇതിൽ നിന്ന് പിറകോട്ട് ചിന്തിച്ചപ്പം അതിനൊരു സംഗീതം ഒരു നിറക്കൂട്ടാക്കണം, സംഗീതമായിരിക്കട്ടെ, എൻ്റെ പ്രമേയമായിരിക്കട്ടെ എന്നങ്ങനെ ചിന്തിച്ച് അതൊക്കെ കഥ ഇവോൾവ് ചെയ്യാൻ തുടങ്ങി. കുറേശ്ശെ കഥ മനസ്സിൽ വരാൻ തുടങ്ങി, അവരുടെയൊക്കെ ചില പോയിൻറ്റ്സുകളൊക്കെ എഴുതി വെക്കാൻ തുടങ്ങി. അങ്ങനെ വളരെ യാദൃശ്ചികമായിട്ട് എൻ്റെയും ശങ്കറിൻ്റെയും ഒക്കെ ഒരു കോമൺ ഫ്രണ്ടിനോട് ഞാൻ ഈ കഥ പറഞ്ഞു. കഥ കേട്ട് ബോബച്ചൻ നമ്മളുടെ പേരും കഥ കേട്ട ഭദ്രന് ഇത് ഉഗ്ര കഥയായിരിക്കുന്നത്, നമുക്ക് ശങ്കുവിനെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അങ്ങനെ പുള്ളി ഇനിഷ്യേറ്റീവ് എടുത്ത് നേരെ ശങ്കർ ഏതോ ലൊക്കേഷനുണ്ട് അവിടെ പോയിച്ച് എന്നെ അങ്ങോട്ട് വരുത്തി ശങ്കറിനോട് ഈ കഥ പറയിപ്പിക്കുന്നു. ശങ്കർ കഥ കേട്ടപ്പോൾ തന്നെ കൈ തരുന്നു, അയ്യോ ഇത് ഉഗ്രായിരിക്കുന്നു, പ്രൊഡ്യൂസറില്ല. ഒറ്റ ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ബോബച്ചൻ പറയുന്നു, ചാക്കോപ്പിള്ള പൈലിപ്പിള്ള എന്ന് പറഞ്ഞ ഈ കേരളത്തിലെ വലിയ കോൺട്രാക്ടേഴ്സാണ്, അതിൽ ഈ ബാബു എൻ്റെ വലിയ വേണ്ടപ്പെട്ട പുള്ളി എന്നും പറയും സിനിമ എനിക്കെടുക്കണമെന്ന്, നമുക്ക് ബാബുവിനോട് കഥ പറയാം.
അങ്ങനെ ഞങ്ങൾ ഇൻ്റർനാഷണൽ ഹോട്ടലിൽ ചെല്ലുന്നു. ബാബുവിനോട് ഈ കഥ പറയുന്നു, ബേബിയോട് ഈ കഥ പറയുന്നു. ബേബി കഥ ഇഷ്ടപ്പെടുന്നു. ഉടനെ തീരുമാനിക്കപ്പെടുന്നു, നമ്മൾ സിനിമ എടുക്കുന്നത്. കാരണം ഇതൊന്നും അങ്ങനെ ഒരു കൺവിക്ഷൻ്റെ മുകളിലല്ല ചെയ്തത്. അതിൻ്റെ ഒരു സമയം വന്നു. ആ സമയത്ത് നമ്മൾ ചെയ്തു. എൻ്റെ മൊത്തം ഒരു കരിയറിനകത്ത്, ആ കരിയർ മാപ്പിൽ അത് കാണുന്നുണ്ട്. നമ്മൾ പലതും തീരുമാനിച്ച് വളരെ ആവേശം കൊണ്ട് മുന്നിലേക്ക് വരുന്നതായിരിക്കത്തില്ല പലപ്പോഴും അപ്പോൾ സംഭവിക്കുക. സിദ്ധാർത്ഥ എന്ന സിനിമ എടുക്കാൻ വേണ്ടി എത്ര കാലം വർക്ക് ചെയ്തൊരു സ്ക്രിപ്റ്റാണ്. എല്ലാം റെഡിയായി, റെക്കോർഡിങ് വരെ കഴിഞ്ഞ് രാജസ്ഥാനിൽ ചെന്നപ്പോൾ 6 വർഷം മഴയില്ലാതെ കത്തിക്കരിഞ്ഞു നിന്ന രാജസ്ഥാൻ, ഞങ്ങൾ ലൊക്കേഷൻ കണ്ട് തിരിച്ച് വന്ന ആ 1 മാസത്തിനകത്ത് 5 മഴ പെയ്തു. ഹോൾ രാജസ്ഥാൻ ബിക്കെയിം ലൈക്ക് ഊട്ടി. അപ്പോൾ ഈ കഥയ്ക്ക് അനുസൃതമായ ഒരു ലൊക്കയിലിൽ നിന്ന് അത് മാറിയിട്ട് വളരെ റൊമാൻറ്റിക്കായ ഒരു ലൊക്കയിലായി. തകർന്നുപോയി. ഇനി കാരണം അവിടെ കോട്ടകളും കാര്യങ്ങളൊക്കെ കണ്ട് ഈ അവിടുത്തെ മരങ്ങളിൽ നിന്ന് ഇലകളൊക്കെ പൊഴിഞ്ഞു പോയിട്ട് എല്ലാം ഈ ആനപ്പുറത്ത് കുറ്റിരോമം നിൽക്കുന്ന പോലെ ഒരു തീപ്പെട്ടിക്കുള്ളി ഉരച്ചാൽ ഇപ്പം കത്തും, അങ്ങനെ നിൽക്കുക രാജസ്ഥാൻ. ഇങ്ങനെ കരിഞ്ഞ് കത്തി നിൽക്കുക. അതിനകത്ത് വേണം അതാണ് ഈ കഥയുടെ പശ്ചാത്തലം. ഓക്കെ, പെട്ടെന്ന് ഈ 5 മഴയുണ്ടായപ്പം രാജസ്ഥാൻ ട്രാൻസ്ഫോംഡ് ആയി ഊട്ടിയായി. കഥ അവിടെ ശരിയാവുന്നില്ല. ഓക്കെ, ഭയങ്കര അപ്സെറ്റായി. ഞാൻ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല, കാശ് മുടക്കി 4 പ്രാവശ്യം ലൊക്കേഷൻ കാണാൻ പോയി. ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അതിൻ്റെ പ്രൊഡ്യൂസർ പറയുന്നുണ്ട് നമുക്ക് സെറ്റിട്ട് കുറച്ചെടുക്കാം, ബാക്കി സമയത്തിന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു പേടി, ഇനി രാജസ്ഥാനിൽ ഇങ്ങനെ ഉണക്ക് വന്നില്ലെങ്കിലോ, അപ്പോൾ കുഴപ്പം. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ഒരു വളരെ അടുത്ത അമേരിക്കയിലുള്ളൊരു ആത്മസുഹൃത്തിൻ്റെ വൈഫിൻ്റെ അനിയത്തിക്കൊരു മെൻ്റൽ പ്രോബ്ലം. അങ്ങനെ ഞങ്ങളൊരു വളരെ പ്രശസ്തനായ ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ പുള്ളി എന്നെ പരിചയപ്പെടുത്തി. ഇദ്ദേഹം സിനിമ സംവിധായകനാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ പുള്ളി ESPയുടെ 2-3 ഇൻസിഡൻറ്റ്സ് പറഞ്ഞു. കോയമ്പത്തൂർ ഇങ്ങനൊരു ബാലന് ഒരു സംഭവം ഉണ്ടായി. അയാൾ ആ ചെറുക്കനെ ഇടിവെട്ടിയതാണ്. സൈക്കിൾ റിപ്പയർ ചെയ്യുന്നൊരു ചെറുക്കനാണ്. അവൻ ഇടിവെട്ടി കഴിഞ്ഞ് അവൻ ബോധം കിട്ടു. തിരിച്ചു വന്നപ്പോൾ അവനിൽ ചില മാറ്റങ്ങൾ, അവൻ്റെ എൻറ്റയർ കളർ കോമ്പിനേഷനിൽ മാറ്റം, അവൻ്റെ ബിഹേവിയറൽ മാറ്റം, അവൻ പറയുന്നതൊക്കെ ചില കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഞാൻ കൊള്ളാമല്ലോ, ഒരു ഇടിവെട്ടിനകത്ത് നിന്ന് ഒരാൾ മാറുന്നു. അപ്പോൾ രാജസ്ഥാനിൽ പോയി സിനിമ എടുക്കാൻ നിന്ന ഞാൻ അപ്സെറ്റായി നിൽക്കുമ്പോൾ ഒരു ഡോക്ടറെ കാണുകയും ഡോക്ടറിൽ നിന്ന് എവിടെയോ നടന്നൊരു കാര്യം കേൾക്കുകയും ആ കാര്യത്തിൽ നിന്ന് ഒരാശയം മനസ്സിലുണ്ടാവുകയും ആ ആശയം അയ്യർ ദ ഗ്രേറ്റായി മാറുകയും ചെയ്യുന്നു. കാലാപ്പാനി കഴിഞ്ഞു നിൽക്കുന്ന സമയത്ത് ഞാൻ നാദസ്വരത്തിൻ്റെ ബാക്കപ്പിൽ മോഹൻലാലിനെയും നരവണ വേണുവിനെയും വെച്ച് വളയപ്പെട്ടി ബ്രദേഴ്സ് എന്ന് പറഞ്ഞ്, സൗപർണികം എന്നാണ് സിനിമയുടെ പേര്. ഐ ടുക്ക് അബൌട്ട് എൻ്റെ സിനിമ കരിയറിൽ ഏറ്റവും കൂടുതൽ സമയം പോയിരിക്കുന്നത് അതിൻ്റെ തിരക്കഥാ രചനയിലും എഴുത്തിലുമാണ്. 2-2.5 വർഷത്തോളം സൗപർണികം എഴുതാനെടുത്തു സമയം. ഓക്കെ, ഈ എഴുതി കഴിഞ്ഞ് ഇത് ട്രിവാൻഡ്രത്ത് വായന കഴിഞ്ഞപ്പോൾ ലാലു പറഞ്ഞു ഭയങ്കര ഗംഭീരമായിരിക്കുന്നു, പക്ഷേ ഇത് എടുക്കണമെങ്കിൽ ഭയങ്കര ക്ഷമ വേണം അണ്ണാ. ഞാനിപ്പം മറ്റേ കാലാപ്പാനി കഴിഞ്ഞ് ഇങ്ങനെ വന്നതേ ഉള്ളൂ. അതും റീക്രിയേഷൻ, ഇതും പീരിയഡ് ഫിലിമാണ്, ഇത് ഹൈലി മ്യൂസിക്കൽ. അപ്പോൾ ലാൽ ചുമ്മാ സജസ്റ്റ് ചെയ്തു, നമ്മുടെ അന്ന് എന്നോട് പറഞ്ഞ ആടുതോമ. ഞാൻ പറഞ്ഞു അതുകൊണ്ട് റെഡി എഴുതിയിരിക്കുക. അയ്യോ പ്ലീസ് നിങ്ങൾ നമുക്ക് അതെടുക്കാം ആദ്യം, കാര്യങ്ങൾ പോയി പോക്കുണ്ടോ. ഞാൻ അന്ന് ആ സമയത്ത് ആടുതോമയേക്കാൾ സ്ഫടികത്തേക്കാൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നതാണ് സൗവർണികം എടുക്കാൻ. സൗവർണികം കാലാപ്പാനി വന്ന ഒറ്റ കാരണത്താൽ ഒത്തിരി സമയമൊക്കെ എടുത്ത് നമുക്കിനി അങ്ങനത്തെ റീക്രിയേഷനിലേക്ക് പോവാതെ ആനുകാലികമായിട്ടൊരു കാര്യം ചെയ്യാം എന്ന് ലാലിൻ്റെ ഒരു ചെറിയ, ഞാൻ നിർബന്ധിച്ചു വരുന്നുവെങ്കിൽ അതിന് വേണ്ടല്ലേ നമുക്ക് പിന്നീട് ഇതെടുക്കാമെന്ന് പറഞ്ഞാൽ ലാൽ കേട്ടേനെ. അപ്പോൾ എനിക്കങ്ങനെ തോന്നിയില്ല. ഞാൻ അന്ന് അതും എഴുതിയിരിക്കുക, അതും ചിന്തിക്കാവുന്ന കാര്യമേ ഉള്ളൂ. അയ്യോ എന്നാൽ അത് ചിന്തിക്കുക, കാര്യങ്ങൾ മാറിപ്പോയ ഉണ്ടോ. എന്നിട്ട് അത് നടന്നു, ഇത് നടന്നേയില്ല. അപ്പം അതുകൊണ്ട് ഇതൊന്നും നമ്മൾ ഇങ്ങനെ കൃത്യമായിട്ട് ഞാൻ പ്രാപ്തനായിരിക്കുന്നു, അങ്ങനെ ആവില്ല. അങ്ങനെ ആരെങ്കിലും പ്രാപ്തനായി എന്ന് നമുക്ക് തോന്നിയാൽ അവിടെ അവൻ്റെ പരാജയം തുടങ്ങിയെന്ന് ഞാൻ പറയും. ബിക്കോസ് ദിസ് ഈസ് എ ലേണിംഗ് പ്രോസസ്സ്. സിനിമ എപ്പോഴും നമ്മൾ ഓരോ ദിവസവും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഓരോ സിനിമ കാണുമ്പോഴും നമുക്കറിയാത്ത എന്തെല്ലാം കാര്യങ്ങൾ സിനിമയിലുണ്ട്. അപ്പോൾ സിനിമ ഇതൊരു ലേണിംഗ് പ്രോസസ്സാണ്.
ഞാൻ എപ്പോഴും പലരോടും പറയുന്നൊരു കാര്യമാണ്, നല്ല സിനിമകൾ കാണുമ്പോൾ അത് അഡ്മയർ ചെയ്യാനും ഇത് അപ്രീഷിയേറ്റ് ചെയ്യാനുമുള്ളൊരു മനസ്സാണ് എപ്പോഴും കലാകാരന് ആവശ്യം. ഇല്ലെങ്കിലൊരു കുഴപ്പമെന്ന് പറയുന്നത്, ഈ ഞാൻ ചെയ്തതാണ് ഏറ്റവും വലിയ വർക്ക്, അതിനപ്പുറം ഏത് സിനിമ കണ്ടാലും ചില ഫിലിം മേക്കേഴ്സിൻ്റെ സംസാരത്തിൽ അതങ്ങനെ കാണും. ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്കറിയാം, അനുഭവമുണ്ട്. മറ്റെല്ലാ വർക്കുകളും പുച്ഛമാണ്. കുറേ ഷോട്ടുകൾ, ഇതൊക്കെ ആർക്കും ഷോട്ടുകളല്ലല്ലോ സിനിമയ്ക്കകത്തെ എന്ന് പറഞ്ഞിങ്ങനെ കയ്യും കാലും കാണിച്ച സിനിമയാവുമോ? നമ്മൾ കയ്യും കാലും ഒന്നും കാണിച്ച സിനിമയൊന്നും ആവുമൊന്നുമില്ല. അപ്പം ആരുടെ നല്ല വർക്ക് കണ്ടാലും അത് അപ്രീഷിയേറ്റ് ചെയ്യാനും അത് അഡ്മയർ ചെയ്യുവാനുമുള്ള അതും ഒരു വരപ്രസാദമാണ്. അത് നമ്മൾ പറയുമ്പം നമ്മളറിയുന്നത് നമ്മൾ വളരുക. എപ്പോഴും ദാഹം അതിനകത്ത് പിറകിലുണ്ടല്ലോ. ആദാമിൻ്റെ മകൻ അബു അല്ലേ, ആദാമിൻ്റെ മകൻ അബു കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, എന്തൊരു ക്യൂട്ട് ഫിലിമാണിത്. സത്യം പറയുകയാണെങ്കിൽ ഇതൊരു മനുഷ്യ സ്നേഹത്തിൻ്റെ, ദൈവവിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രഘോഷണമല്ലേ ഈ സിനിമ. ഇതിനപ്പുറം എന്താണ്? കാരണം ഒരു മനുഷ്യൻ്റെ വിശ്വാസത്തെ പ്രഘോഷിക്കാതെ, നീ എത്ര വിശ്വസിച്ചാലും ശരി, നിന്നിൽ നന്മയില്ലെങ്കിൽ, നിന്നിൽ സ്നേഹമില്ലെങ്കിൽ, നിന്നിൽ ഇത് രണ്ടുമില്ല എന്ന് തിരിച്ചറിയുമ്പോഴാണ് നിനക്ക് ദൈവം ഉണ്ടാവുക. ഞാനപ്പം ഞാൻ പറഞ്ഞത്, അതിൻ്റെ ഡയറക്ടറെ എനിക്കൊരു പരിചയമില്ല. ഞാനത് മേക്കപ്പ് ചെയ്ത മേക്കപ്പ് മാനെ വിളിച്ച് മേക്കപ്പ് മാനിൽ നിന്ന് നമ്പർ വാങ്ങി, ഞാൻ എഴുതിയെടുത്ത നമ്പറിൽ ഒരു നമ്പർ അക്കം കുറവ്, പിന്നെ അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. പിന്നെ മധു അമ്പാട്ടിനെ വിളിച്ച് ഈ ഡയറക്ടറുടെ നമ്പർ മേടിച്ച് ഞാൻ അദ്ദേഹത്തെ അങ്ങോട്ട് വിളിച്ചു. ഐ ടോൾഡ് ഹിം ഇറ്റ്സ് എ ഫിനോമിനൽ ഫിലിം, ജസ്റ്റ് ബ്യൂട്ടിഫുൾ. അയാൾ വളരെ എക്സൈറ്റഡായി. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇത് ഏത് ക്രൈസ്തവനും ഏത് ഹൈന്ദവനും ഏത് മുസൽമാനും കാണേണ്ട സിനിമയാണ്. ഇതിനകത്ത് അത്ര വിൽക്കുന്ന ഒരു മുസ്ലിം ബായി അതിൽ കേന്ദ്ര കഥാപാത്രമായതുകൊണ്ട് ഇത് മുസ്ലിം ഓറിയൻറ്റഡ് ഫിലിം എന്ന് ആരും പറയാൻ പാടില്ല. ഇത് നാനാജാതിയിൽ നിന്നുള്ള എല്ലാവരും കാണേണ്ട സിനിമയാണ്. മതം എന്നതാണ്, വിശ്വാസം എന്താണ്, ദൈവം എന്താണ്, ദൈവത്തോട് നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്ന് വളരെ നന്നായി പറഞ്ഞൊരു സിനിമയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇതിവൃത്തം വളരെ ഗംഭീരമായപ്പോൾ വളരെ വളരെ ഓർഡിനറി ആയിട്ടുള്ളൊരു മേക്കപ്പ്, ഓർഡിനറി ആയിട്ടുള്ള ഒരു മേക്കിംഗ് അതേ ആവശ്യമുള്ളൂ അല്ലേ. ഇപ്പം സ്റ്റീഫൻ സ്പിൽബർഗ് എടുത്ത പോലെയോ ക്യാമറോൺ അവതാർ എടുത്ത പോലെ ഒന്നും എടുക്കേണ്ട സിനിമയല്ല. അപ്പം പ്രമേയമനുസരിച്ചാണ് എടുപ്പുകൾ. അപ്പോൾ ഇത് ഇത്ര മതി എന്ന് പറയുന്ന ഒരു മേക്കറുടെ കണ്ടെത്തലുണ്ടല്ലോ, അതാണ് ആ സിനിമയുടെ ന്യൂആൻസസ്. എപ്പോഴും ഇങ്ങനെ പറഞ്ഞാൽ മതി, അത് മനസ്സിലാക്കുന്നതാണ് എൻ്റെ നല്ലൊരു ഫിലിം മേക്കർ. അത് നല്ല ഭംഗിയായി പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ അദ്ദേഹത്തെ വിളിച്ച് അനുമോദിച്ചു. അപ്പോൾ ഈ അനുമോദിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിലും ഒരു ഫിലിം മേക്കറുടെ ജീവിതത്തിൽ ദാഹമുണ്ടാവും, ഒരു അന്തർദാഹം എപ്പോഴും ഉണ്ടാവണം. ഇല്ലാതെ തിരക്കഥ ഉണ്ടാവില്ല. ഞാൻ എപ്പോഴും കൂടെ എൻ്റെ അസിസ്റ്റൻസിലൊക്കെ പറയും, ഇഫ് യു കാൻറ്റ് റൈറ്റ് എ സ്ക്രീൻ പ്ലേ, യു ആർ നോട്ട് ഗോയിങ് ടു ബി എ ഫിലിം മേക്കർ. ഒരു മിനിമം ഒരു സംവിധായകന് വേണ്ടുന്ന ക്വാളിറ്റി എന്ന് പറയുന്നത്, മിനിമം ക്വാളിറ്റിയാണ് പറയുന്നത്, അവൻ ചെയ്യുന്ന അയാൾ ചെയ്യുന്ന സിനിമയുടെ തിരക്കഥ അയാളുടെ തന്നെ ആയിരിക്കണം. കാർ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരിക്കലും ഡ്രൈവർ സ്റ്റിയറിംഗ് എടുത്ത് ഉടമസ്ഥൻ്റെ കൊടുക്കാറില്ല. ദ ഡ്രൈവർ ഹു ഡ്രൈവ്സ്, ഹി ഹാസ് ടു പൊസസ് ദ സ്റ്റിയറിംഗ് വീൽ. സോ ഇതിൻ്റെ ഗതി നിർണ്ണയിക്കുന്നത്, ഇത് എങ്ങനെ പോകണം, ഇതെങ്ങനെ ഏത് ഊടുവഴിയിൽ കൂടി പോയി എങ്ങനെ പോയി ഇത് തീരുന്നു എന്നുള്ളത് നിയന്ത്രിക്കേണ്ടവൻ എൻ്റെ ഫിലിം മേക്കറാണ്. ഒരുപക്ഷെ നമ്മുടെ രഞ്ജിത്തിൻ്റെ ഏറ്റവും വലിയ വിജയം അതാണ്. ഇത് മലയാള സിനിമയിൽ മാത്രമാണ് ഞാൻ ഇപ്പോൾ ഈ കാര്യം കാണുന്നത്. അതെന്നറിയോ, തിരക്കഥാകൃത്ത് ഒരാൾ, സംവിധായകൻ വേറൊരാൾ. മറ്റ് സിനിമകളിലെങ്ങും ഇത് കാണുന്നില്ല. നിങ്ങൾ തമിഴിലെടുത്ത് നോക്കിക്കോളൂ, അവിടുത്തെ പ്രതിഭാശാലികളായ ഫിലിം മേക്കേഴ്സ് എല്ലാം തന്നെ ആരാണ്? എല്ലാം തന്നെ തിരക്കഥാകൃത്തുക്കൾ തന്നെയാണ്. അത് അത്യാവശ്യം സംഭാഷണം എഴുതാൻ മാത്രമാണ് വെളിയിൽ നിന്ന് ഒരാൾ വരിക. ഞാനെടുത്ത 15 സിനിമയുടെയും കഥയും തിരക്കഥയും എല്ലാം തന്നെ ഞാൻ തന്നെ ചെയ്യാൻ ശ്രമിക്കും. കാരണം അതുകൊണ്ട് ഞാനൊരു റൈറ്റർ എന്നുള്ളതല്ല, ആത്യന്തികമായി ഐ എം എ ഫിലിം മേക്കർ. മറ്റ് കാര്യങ്ങളെല്ലാം അതിൻ്റെ താഴെ നിൽക്കുക. കാരണം തിരക്കഥയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട അന്തസ്സുറ്റ. ഒരു തിരക്കഥയിൽ നല്ലൊരു സിനിമ ഒരിക്കലും ഉണ്ടാവില്ല. എന്തെല്ലാം ഷോർട്ട്സുകൾ അതിനകത്ത് കാണിച്ചാലും അതെല്ലാം പരാക്രമങ്ങളായി മാറും. ഷോർട്ട്സുകളൊക്കെ ഇങ്ങനെ ഒരു സിനിമ അതിൻ്റെ പ്രധാന അല്ലെങ്കിൽ ആ കഥയുടെ അന്തസ്സുറ്റ അറിയാതെ
ഉണ്ടാക്കുന്ന ഈ ആവശ്യമില്ലാത്ത കോംപ്ലിക്കേറ്റഡ് ഷോട്ടുകളും വിഷ്വൽസും എല്ലാം വെറും പരാക്രമങ്ങൾ മാത്രമാണ്. അതിന് ഒരു കാര്യവുമില്ല. സിനിമ അതെന്ത് ഡിസർവ് ചെയ്യുന്നു, ഡിസർവ് ചെയ്യുന്ന രീതിയിൽ വെറും മിഡ് ഷോട്ടും ക്ലോസപ്പും മാത്രം വെച്ച് സിനിമ എടുക്കാം. അതായത് ആവശ്യമുണ്ട്. ഇതിലേക്കൊന്നും ജനങ്ങൾ പോകുന്നില്ല. ഇത് കാണുന്ന ഇതിങ്ങനെ ആ ഷോട്ടിൽ ഈ ഷോട്ടിലൊന്നുമില്ല. അതിനകത്ത് കിടക്കുന്ന ആ ക്രക്സിനകത്ത്, ആ ബീജത്തിനകത്ത് അതിനെ നമ്മളെ ഇങ്ങനെ അനുനയിപ്പിച്ച് കൊണ്ടുപോകാൻ തിരക്കഥയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടോ? തിരക്കഥ സമ്പൂർണ്ണ വിജയമായി. ഒരു തിരക്കഥയ്ക്ക് എക്സ്ട്രോണറി ബ്രില്യൻ്റായിട്ടുള്ള ഒരു ഫിലിം മേക്കർ ആവശ്യമൊന്നുമില്ല. കാരണം തിരക്കഥ ഇറ്റ്സെൽഫ് ഇത് ഒരു ബ്രില്യൻ ഫിലിം മേക്കറുടെ സൃഷ്ടി തന്നെയാണ്. അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബോബൻ എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ടാണല്ലോ ചാക്കോപ്പിള്ള വൈലിപ്പുഴയുടെ മക്കളെ ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി കണക്ട് ചെയ്തായിരുന്നു. ശങ്കർ ഹീറോ ആവുന്നു. പിന്നെ ഇതിനകത്തുള്ള ഹീറോയിൻ ആരാണ്? വളരെ ശാലീനതയായ ഒരു പെൺകുഞ്ഞ് വേണം, നല്ല സൗന്ദര്യമുള്ള കഥാപാത്രവുമായിട്ട് നല്ല ചേർന്ന് അലിഞ്ഞു ചേരേണ്ട ഒരു പെൺകുട്ടിയെ വേണം. ഞങ്ങൾ പലതും ആലോചിച്ച് തമിഴിൽ നിന്നൊരു കുട്ടിയെ കൊണ്ടുവന്നാലോ. അന്ന് മലയാളത്തിൽ ഇപ്പോൾ കാണുന്ന പോലെ സുലഭമായിരുന്നില്ല പെട്ടെന്ന് തിരഞ്ഞെടുക്കുക എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തമിഴിലെ 1-2 പേരെയൊക്കെ ആലോചിച്ച് പെട്ടെന്നാണ് അംബികയുടെ പേര് വരുന്നത്. അന്ന് അംബികയും നമ്മുടെ ശ്രീമാൻ ശങ്കറുമായി പ്രണയബദ്ധരാണ്. വിവാഹവുമൊക്കെ ആയി ഇങ്ങനെ വേണോ വേണ്ടോ എന്നൊക്കെയുള്ള ആലോചനയിൽ അവരങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഞാൻ തന്നെ സജസ്റ്റ് ചെയ്തത്. അപ്പോൾ ശങ്കർ പറഞ്ഞു, ബദൻ ചേട്ടാ അത് വേണം എന്ന് ചോദിച്ചു. അപ്പോൾ എന്താ അങ്ങനെ? അതെന്താണെന്ന് പിന്നെ ഞാനത് വിശദീകരിക്കാനും പോയില്ല, ചോദിക്കാനും പോയില്ല. പെട്ടെന്ന് ആരോ പറഞ്ഞു ഓപ്പോളിലെ മേനകയായാലും. ഓപ്പോളിലെ മേനകയെന്ന് കണ്ടപ്പോൾ ഞാൻ ടക്ക നയിച്ച വെറുതെ എന്തിനാണ് നമ്മൾ അംബികയുടെ പേര് പറഞ്ഞത്? മേനക ഈസ് ദ റൈറ്റ് പേഴ്സൺ. പെട്ടെന്ന് മേനകയെ കോൺടാക്ട് ചെയ്യുന്നു. മേനക കഥയുടെ ഒരു ബീജം മാത്രം മേനകയോട് ഞാൻ പറയുന്നു. അത് മേനകയോട് ഞാൻ കഥ പറയാൻ മേനകയുടെ വീട്ടിൽ പോയി. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ടത്. മേനക കഥ ഇതിൻ്റെ ആ ഒരു ക്രക്സ് കേട്ടപ്പോൾ തന്നെ ബദൻ ചേട്ടാ ഭയങ്കര എന്ത് രസമായിരിക്കണം, എനിക്ക് അഭിനയിക്കണം കേട്ടോ, ഞാൻ വെറുതെ അഭിനയിക്കാം. അപ്പോൾ അടുത്തിരുന്ന് അമ്മ പറഞ്ഞു, മോളെന്തിനാ അതൊക്കെ പറയുന്നേ? പിന്നെ ഞങ്ങൾ അവരെ എപ്പോഴും കളിയാക്കുമായിരുന്നു. ഇനി അങ്ങനെ മേനക അതിനകത്ത് ഹീറോയിനായി വരുന്നു. ആ കഥാപാത്രത്തെ മേനക ചെയ്യുന്നു. അപ്പുറത്ത് വേറൊരു കൗണ്ടറിലൊരു കഥാപാത്രമുണ്ട്, കലാരഞ്ജിനി അഭിനയിച്ച്. അപ്പോൾ അങ്ങനത്തെ ഒരു വളരെ പ്രത്യേകതയുള്ള കാരണം ഈ പെണ്ണിനെ പണ്ട് നമ്മുടെ മിലിറ്ററി ആർമി ഓഫീസർ പറഞ്ഞ പോലെ ടിൻ പോയിസൺ കൊടുത്ത് കൊല്ലപ്പെടുകയാണ്. അപ്പോൾ അതിന് പറ്റിയ അതുമാതിരി നമുക്ക് തോന്നിക്കുന്നൊരു പെണ്ണ് വേണ്ടേ. അങ്ങനെ പല പേരുകളും വരുന്നു. അങ്ങനെ കലാരഞ്ജിനിയുടെ പേര് വരുന്നു. കലാരഞ്ജിനിയെ ഞങ്ങളതിന് സജസ്റ്റ് ചെയ്യുന്നു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശങ്കറിനൊരു ഫ്രണ്ട് വേണം. ആരാണ്? അപ്പം അന്ന് പല ആൾക്കാരെ ആലോചിച്ചിട്ടൊന്നും അങ്ങ് ശരിയാകുന്നില്ല. പെട്ടെന്ന് എൻ്റെ മനസ്സിനകത്ത് മോഹൻലാൽ കടന്നു വന്നു. അന്ന് മോഹൻലാൽ സ്ഥിരം നാടകവേദി എന്ന് പറഞ്ഞ പോലെ സ്ഥിരം വില്ലൻ വേഷം ചെയ്യുന്ന, പിടിച്ചു പറയും, പിന്നെ റേപ്പും ഒക്കെ അങ്ങനത്തെ വേഷങ്ങൾ മാത്രം ചെയ്യുന്ന ഹാർഡ് കോർ വില്ലനായിട്ടുള്ള വേഷങ്ങൾ മാത്രം ചെയ്യുന്ന മോഹൻലാലിനെ പെട്ടെന്ന് ഞാൻ ലാലിൻ്റെ പേര് പറഞ്ഞപ്പം ഈവൻ പ്രൊഡ്യൂസേഴ്സിൽ നിന്നൊക്കെ വന്നു, അയ്യോ അത് ശരിയാവും, അത് ഭയങ്കര രസമുള്ളൊരു മോഹൻലാലല്ലേ, അല്ല രസമുള്ളൊരു ക്യാരക്ടറല്ലേ അത് ലാൽ ചെയ്താൽ ശരിയാവുമോ? അത് പിന്നെ ഭയങ്കര ഞാൻ പറഞ്ഞു ശരിയാവും. നമ്മളാരും അല്ലെങ്കിൽ അതുവരെ ചലച്ചിത്രത്തിൽ സിനിമയിൽ ആരും കാണാത്ത ഒരു ശാരീരിക ഭാഷയുണ്ട് ലാലിന്. കാരണം ഇത് ലാൽ എപ്പോഴും സ്ഥിരമായി രഞ്ജിത്ത് ഹോട്ടലിൽ വരുമ്പം ഈ ലാലിൻ്റെ ഔട്ട്സൈഡ് ദ സിനിമ
ലാലിലൊരു ഭയങ്കര കൗതുകമുള്ള ചെറുപ്പക്കാരനുണ്ട്. ഭയങ്കര രസാവകമായിട്ടുള്ള നടപ്പും ചിരിയും പക്ഷേ തോണ്ടലും. ഈ ലാൽ ഭയങ്കര രസം. ഇങ്ങനെ ഒരു വേഷമാണ് എൻ്റെ മനസ്സിൽ കിടക്കുന്നത്. അപ്പോൾ ഞാൻ ആലോചിച്ചു നമുക്ക് ആ ലാലിനെ കൊണ്ട് അങ്ങനെ ആ രീതിയിലുള്ള പെട്ടെന്ന് ഈ ബേബി പോളില്ലേ, ബേബി പോൾ പറഞ്ഞു കറക്റ്റാണ് കേട്ടോ എന്ന് പറഞ്ഞു. ലാൽ ഭയങ്കര ഒരു ഫ്രണ്ട്ലി നേച്ചറാണല്ലോ. അപ്പോൾ ഈ ഫ്രണ്ട്ലി നേച്ചർ സിനിമയിലത് കാണുന്നില്ലെങ്കിലും അങ്ങനത്തെ ഒരു രീതിയിൽ അങ്ങനെ ലാലിനെ ഞാൻ മാറ്റിക്കൊള്ളാം. അങ്ങനെ ലാൽ ഇതിനകത്ത് രംഗപ്രവേശനം ചെയ്യുന്നു. അങ്ങനെ സർക്കാസ്റ്റൊക്കെ അങ്ങ് റെഡിയായി. അപ്പോഴാണ് വേറൊരു വലിയ മഹാവിപത്തിലേക്ക് ഞാൻ കടന്നത്. കാര്യം മനസ്സിനകത്ത് സൂക്ഷിച്ചിരുന്ന ദേവരാജൻ മാസ്റ്റർ ഒരു സുപ്രഭാതത്തിൽ ഇല്ലാതാവുകയാണ്. എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ദേവരാജൻ മാസ്റ്റർ ഭരണി സ്റ്റുഡിയോയിൽ ഞാൻ കേട്ട സന്യാസിനി എന്ന പാട്ട് അദ്ദേഹം കമ്പോസ് ചെയ്ത് അത് കേൾക്കാൻ ഇടയായതാണല്ലോ. ഞാൻ തിരിച്ച് സിനിമയിലേക്ക് സിനിമയിൽ എനിക്കും ഒരു ഇടമുണ്ട്, ആ സ്പേസ് ഞാൻ തന്നെ കണ്ടുപിടിക്കണമെന്ന് എൻ്റെ ആ ഒരു പരിശ്രമമായിരുന്നല്ലോ ഈ ഡയറക്ഷനിലേക്ക് എത്താൻ ഉള്ള ഒരു കാരണം. അതിൻ്റെ എൻ്റെ ഒരു ചുവടതായിരുന്നു. അപ്പോൾ ആ ദേവരാജ മാസ്റ്ററുമായിട്ട് പിൽക്കാലത്ത് വളരെ നല്ലൊരു ബന്ധം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ, ദേവരാജ മാസ്റ്റർ വീട്ടിലെ തിരുവോണം വന്നാൽ ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടർ ആയിരിക്കുമ്പോൾ മുതൽ ദേവരാജ മാസ്റ്റർ വിളിക്കും, ഇയാളെവിടാ, ഓണം നമ്മുടെ വീട്ടിലാണ് കേട്ടോ, വേറെങ്ങും പോയി കളഞ്ഞേക്കല്ലേ. അപ്പം അങ്ങനെയുള്ളൊരു ബന്ധമാണ് ദേവരാജ മാസ്റ്റർ. അപ്പോൾ ഈ സംഗീതപ്രധാനമായ ഒരു തിരക്കഥയാണിത്. അപ്പം എൻ്റെ മനസ്സിനകത്ത് എൻ്റെ ഏറ്റവും പ്രിയങ്കരനായ ദാസേട്ടൻ പാടുന്നു, എസ് ജാനകി പാടുന്നു. ഞാൻ തന്നെ ഓരോ പാട്ടുകാരെ ഞാൻ തന്നെ അങ്ങോട്ട് മനസ്സ് ഫിക്സ് ചെയ്യുകയാണ്. അപ്പോൾ ദേവരാജൻ മാസ്റ്റർക്ക് ദേവരാജ മാസ്റ്ററായിട്ടുള്ള ചില ചിന്തകളും തീരുമാനങ്ങളുമുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ മാത്രമല്ല, എൻ്റെ വിവാഹത്തിന് ദേവരാജ മാസ്റ്റർ പറഞ്ഞതാണ്, ഞാൻ ഇതുവരെ എന്താണെന്ന് അറിയത്തില്ല ആരുടെയും വിവാഹത്തിന് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല, ദാസിൻ്റെ വിവാഹത്തിന് മാത്രമാണ് എനിക്കൊന്ന് പോകാൻ കഴിഞ്ഞത്, ദാസേട്ടൻ്റെ കല്യാണം. ആ ചലച്ചിത്ര സിനിമാ സംവിധായകരുടെ ആരുടെയും തന്നെ വിവാഹത്തിന് പുള്ളിക്ക് പോകാൻ പറ്റിയിട്ടില്ല. അങ്ങനെ പുള്ളി തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിൻ പിടിച്ച് കോട്ടയത്ത് വന്ന് എൻ്റെ വേറൊരു കോമൺ ഫ്രണ്ട് വന്ന് പുള്ളിനെ പിക്കപ്പ് ചെയ്ത് പുള്ളീനെ ഇവിടെ കൊണ്ടുവരിക എൻ്റെ കല്യാണത്തിന്. പുള്ളി അവിടുന്ന് ശരവണ എന്ന് പറഞ്ഞൊരു വലിയ സ്റ്റീൽ കേന്ദ്രമുണ്ട്. അതായത് ശരവണയാണ് മദ്രാസ് തമിഴ്നാട്ടിലെ ഏറ്റവും പ്രശസ്തി ആർജിച്ച ഈ സ്റ്റീൽ ടംബ്ലേഴ്സ്, കയ്യിലും തവിയും അണ്ടയും പാത്രങ്ങളും ഒക്കെ അവരാണ്. ഈ ശരവണ വളരെ ഫേമസാണ്. അവിടുന്ന് ഒരു 8 അടുക്കിൻ്റെ ഒരു ടിഫിൻകാരൻ തൂക്കി പിടിച്ച് ഗിഫ്റ്റ് ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചിട്ടുണ്ടത്. മാസ്റ്റർ ആര്, ദേവരാജൻ മാസ്റ്റർ ഒരു 8 അടുക്കുള്ള ടിഫിൻകാരൻ തൂക്കി പിടിച്ച് എൻ്റെ കല്യാണത്തിനിട വന്നിരിക്കുന്നു.